17 പ്രവേശം തസ്മൈ ചിടബോധദീവായ ദുർവിതർക്കാത്മവർത്തനെ NEME മാർ മുദാ കരാത്ത മോദകം സദാ വിമുക്തി സാധകം കലാതരാവതംസകം വിലാസലോക രക്ഷകം അനായകൈകനായകം വിനാശിദേവദൈത്യകം നദാശുഭാശുനാശകം നമാമിതം വിനായകം ആസിജ്ഞാനമാകുന്ന മുദ്രം ആനന്ദം നൽകുന്ന ഉപനിഷത്താകുന്ന മോദകം കയ്യിലടക്കിയവനും സദാ മഹാവാക്യോപദേശത്തിലൂടെ ആത്മാവിന്റെ സ്വരൂപമാകുന്ന മുക്തിയെ പ്രകാശിപ്പിക്കുന്നവനും ജ്ഞാനമാകുന്ന കലയെ അലങ്കാരമായി ധരിച്ചവനും മുമുക്ഷുക്കളുടെ രക്ഷകനും തന്നിൽ നിന്ദന്യമായി കാര്യമില്ലാത്തതിനാൽ തനിക്ക് താനേ നായകനായിട്ടുള്ളവനും അഹങ്കാരമാകുന്ന മത്തഗജശിരസ്കനായ ദൈത്യനെ ഉന്മൂലനം ചെയ്തവനും ഭക്തന്മാരുടെ അശുഭമായ സംസാരവാസനയെ നശിപ്പിക്കുന്നവനുമായ വിനായകനെ ഭക്തിപൂർവം മലായിമി. നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആനന്ദമാണ്. ആനന്ദം തന്നെ ആത്മാവ്. ആനന്ദം തന്നെ ഈശ്വരൻ. ആനന്ദത്തിൽ നിന്നാണ് എല്ലാം ഉദ്ഭവിക്കുന്നത്. നിലനിൽക്കുന്നതും ലയിക്കുന്നതും ആനന്ദത്തിൽ തന്നെയാണ്. ശരീരം, മനസ്സ് മുതലായവകളുടെ പരിമിതിയോ സഹായമോ കൂടാതെ ഗാഢനിദ്രയിൽ, സുഷുപ്തിയിൽ ആനന്ദം സ്വയം പ്രകാശമായി നിൽക്കുന്നു. ആത്മാവിൻ സ്വരൂപമാകയാൽ ഈ ആനന്ദം ഒരു കാലത്തും ഇല്ലാതാവുന്നില്ല. സൂര്യനെ അല്പമായ മേഘം മറയ്ക്കുന്നതുപോലെ അജ്ഞാനത്തിന്റെ ഫലമായ മനസ്സ് ഈ ആത്മാനന്ദത്തെ മറയ്ക്കുന്നു. ഈ പ്രതിഭാസം തന്നെയാണ് സംസാരദുഃഖത്തിന് മൂലകാരണം. മനസ്സിനെ എങ്ങനെ ഇല്ലാതാക്കും? വെളിച്ചം വന്നാൽ ഇരുട് ഇല്ലാതാകുന്നതുപോലെ ആത്മാവിനെ അറിഞ്ഞാൽ മനസ്സ് സ്വയം ഇല്ലാതാകും. ഇരുട്ടിൽ കയറ് വ്യക്തമായി കാണാതാകുമ്പോൾ അവിടെ പാമ്പ് കണ്ട് ശ്രമിക്കാനിടവരുന്നതുപോലെ അജ്ഞാനമാകുന്ന ഇരുട്ടിൽ ആത്മാവ് അറിയപ്പെടാനാകുമ്പോൾ അവിടെ മനസ്സും ശരീരവും മറ്റും കാണപ്പെടുന്നു.